ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 71. നോഹയുടെ പേരക്കുട്ടികൾ ഗോമർ, മാഗോഗ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായം നമ്മൾ ഒന്നാമത്തെ വാക്യം നമ്മൾ ഒന്ന് പഠിക്കുകയാണ്. 2 വാക്യങ്ങൾ, രണ്ടാമത്തെ വാക്യത്തിൻ്റെ പകുതി വരെ ഉള്ളൂ. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപരമ്പര. ജലപ്രളയത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായി. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്. പിന്നെ മാതായി, യാവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പേരുകൾ. നമ്മൾ ഇത്രയും 2 പേരുടെ പേര് നമുക്ക് പഠിക്കാൻ നേരമുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള പേരുകളും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപരമ്പര. ഇതാണ് വംശപരമ്പര എന്ന് പറഞ്ഞു തുടങ്ങുന്ന രീതിയാണ്. ഇതാണ് വംശപരമ്പര. ചരിത്രത്തിലെ പുതിയൊരു യുഗം ആരംഭിക്കുന്നത് സൂചിപ്പിക്കാൻ ഉത്പത്തി ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്ന ഒരു പ്രമാണവാക്യമാണിത്. ഇതാണ് വംശപരമ്പര. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപരമ്പര. അപ്പൊ ചരിത്രത്തിലെ ഒരു യുഗം, പുതിയൊരു യുഗം ആരംഭിക്കാൻ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ മോശെ ഉപയോഗിക്കുന്ന ഒരു പ്രമാണവാക്യം അല്ലെങ്കിൽ സൂത്രവാക്യമാണിത്. ഉൽപ്പത്തി പുസ്തകത്തിലെ പുതിയൊരു കഥ തുടങ്ങുന്നുവെന്നും ഇതിന് സൂചനയുണ്ട്. ജനതകളുടെ പട്ടിക എന്നാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. ജനതകളുടെ പട്ടിക. ഇതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പൊതുവായ ചില സംഗതികളുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ. വളരെ വിശാലമായ വീക്ഷണക്കോണിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഏഷ്യ മൈനറിലും മധ്യധരണ്യാഴിയിലെ ദ്വീപുകളിലുമുള്ള ഇൻഡോ യൂറോപ്യൻ വംശജര് യാഫത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈജിപ്റ്റ്, എത്യോപ്യ തുടങ്ങിയ വടക്കേ ആഫ്രിക്കയിലെ ജനതകൾ ഹാമിൽ നിന്ന് ജനിച്ചവരാണ്. ഹാം, നോഹയുടെ മകൻ ഹാം. പാലസ്തീനയിലെ കാനാന്യരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിന് കാരണം അക്കാലത്തെ കാനാൻ ദേശം ഈജിപ്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നത് കൊണ്ടാണ്. കാനാൻ ഒഴികെയുള്ള സെമിറ്റിക് വംശജര് ഷേമിന്റെ പിന്മുറക്കാരാണ്. അവരാണ് ഹെബ്രായരുടെ മുൻഗാമികൾ. ഇതൊരു വിശാലമായ വീക്ഷണകോണിൽ അന്ന് അറിയപ്പെടുന്ന 3 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. യൂറോപ്പ് യാഫത്തിൻ്റെ ആളുകൾ, ആഫ്രിക്ക ഹാമിൻ്റെ ആളുകൾ, കാനാനിൽ ഉൾപ്പെടെ. പിന്നെ ഏഷ്യയിലുള്ളവർ ഷേമിൻ്റെ ആളുകൾ. അങ്ങനെയാണ് ഈ ബൈബിള് കാണുന്നത്. മറ്റൊരു ദൈവശാസ്ത്രം കൂടി ഇവിടെ പറയുന്നുണ്ട്. പാപത്താൽ ചിഹ്നപ്പെടുത്തപ്പെട്ട വൈവിധ്യമാർന്ന വംശങ്ങൾ. അതാണ് ഇവിടെ ഇല്ലേ, എല്ലാവരിലും പാപത്തിൻ്റെ അംശങ്ങളുണ്ട്. എന്നാൽ അവർ ഐക്യതയ്ക്കും നീതിക്കും വേണ്ടി ദാഹിക്കുന്നു. ഇങ്ങനെയുള്ളൊരു തലമുറയിൽ നിന്നാണ്, അതായത് പാപത്താൽ ചിഹ്നപ്പെടുത്തപ്പെട്ട വിവിധ വംശങ്ങൾ. എന്നാൽ അവരെല്ലാം ഐക്യതയ്ക്കും നീതിക്കും വേണ്ടി കൊതിക്കുന്നുണ്ട്. ഒരപ്പനിൽ നിന്ന് വന്നവരാണല്ലോ. ഇങ്ങനെയുള്ള തലമുറയിൽ നിന്നാണ് അബ്രഹാം വരുന്നത്. ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും രക്ഷയുടെ വാഴ്വ് കൊടുക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ജനത്തിൽ നിന്നാണ്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ജനതകളുടെ പട്ടിക ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം വരുന്നത് ഏത് ജനത്തിൽ നിന്നാണ് എന്ന് സൂചിപ്പിക്കാൻ ആ ജനങ്ങളുമായിട്ട് വൈവിധ്യമാർന്ന വംശങ്ങളാണ്. പക്ഷെ അവർ ഐക്യത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്, നീതിക്ക് വേണ്ടി കൊതിക്കുന്നുണ്ട്. കാരണം ഒരപ്പനിൽ നിന്ന് പോന്നവരാണ്. 10-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞതാണ് ഇല്ലേ. ജലപ്രളയത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഭൂമിയിൽ നിറഞ്ഞവനെ കീഴടക്കുക എന്ന് ഒരു കൽപ്പന കൊടുത്തിരുന്നു ഈ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം നോഹയ്ക്ക്. ഉൽപ്പത്തി 9:1 ഭൂമിയിൽ നിറഞ്ഞവനെ കീഴടക്കുക. ആ ദൈവിക കൽപ്പന നിവൃത്തിയാവുകയാണ് നോഹയുടെ മക്കളിലൂടെ അന്ന് അറിയപ്പെടുന്ന 3 ഭൂഖണ്ഡങ്ങളിൽ ജനങ്ങൾ നിറയുമ്പോൾ. പൗരാണിക കിഴക്ക് ദേശത്ത് നിന്ന് വടക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്ര ചെയ്ത് ഏജിയൻ കടലിൻ്റെയും മധ്യധരണ്യാഴിയുടെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യൂറോപ്പിലും കുടിയേറി പാർത്തവര് യാഫത്തിന്റെ സന്തതി പരമ്പരകളാണെന്നാണ് ബൈബിളിൻ്റെ നിലപാട്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിച്ചു. എന്നിട്ട് പറയാണ് ആ യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്. മറ്റു മക്കളുണ്ട്, അവരെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണും. ഇന്ന് നമ്മൾ ഗോമർ, മാഗോഗ് എന്നീ 2 കൂട്ടരെയാണ് കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ യാഫത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വ്യാപിപ്പിക്കുക, വിപുലമാക്കുക എന്നൊക്കെയാണ് യാഫത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ആ യാഫത്ത് ഇല്ലേ വ്യാപിക്കുകയാണ് എവിടേക്ക്? യൂറോപ്പിലേക്ക്. കരിങ്കടൽ, ഏജിയൻ കടൽ, മധ്യധരണ്യാഴി, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, യൂറോപ്പ്, ഇവിടേക്ക് കുടിയേറി പാർത്തവരെല്ലാം ഈ യാഫത്തിൻ്റെ ആളുകളാണ്.
അപ്പോൾ യാഫത്ത് ഇങ്ങനെ വ്യാപിക്കുകയാണ്, വിപുലമാകുകയാണ് മക്കളിലൂടെ എന്ന സങ്കല്പമാണത്. ഇതിൽ യാഫത്തിൻ്റെ മക്കളിൽ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേര് പറയും ഗോമർ എന്നാണ്. ഗോമർ അസീറിയയിലെ സിമ്മേറിയക്കാരെയാണ് കിമ്മേറിയക്കാർ എന്ന് പറയും. സിമ്മേറിയക്കാർ എന്ന് പറയും. കിമ്മേറിയക്കാർ എന്നാണ് ശരിക്കുള്ള വാക്ക്. ഇംഗ്ലീഷിൽ ചിലപ്പോൾ സിമ്മേറിയക്കാർ എന്ന് പറയും. അവരെയാണ് ഈ ഗോമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിമ്മേറിയക്കാരെയാണ് ഗോമർ ഗോമർ എന്നുദ്ദേശിക്കുന്നത്. യഹെസ്കേലിന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സൂചനയുണ്ട്. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് കരിങ്കടൽ, കാസ്പിയൻ കടൽ, അതിന് സമീപത്ത് പാർത്ത നാടോടികളുടെ ഗോത്രമാണ് ഈ ഗോമർ എന്ന് പറയണേ. ഞാൻ സൂചിപ്പിച്ചതുപോലെ കിമ്മേറിയക്കാർ എന്നൊക്കെയാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. യുദ്ധപ്രിയരായിരുന്നു അവർ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരാണ് പിന്നീട് തുർക്കിയിലേക്ക് കുടിയേറിയത്. രണ്ടാമത്തെ മകൻ്റെ പേര് മാഗോഗ്. നോഹയുടെ പേരക്കുട്ടിയാണ്. നോഹയുടെ മകനായ യാഫത്തിൻ്റെ മകൻ മാഗോഗ്. സ്കീത്തിയക്കാരുടെ പൂർവികനാണ് മാഗോഗ് എന്ന് ഫ്ലാവിയസ് ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കീത്തിയക്കാരെന്ന് പറയുന്നവരുടെ പൂർവികരാണ് മാഗോഗ്. നമ്മൾ യഹെസ്കേലിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം, യഹെസ്കേൽ എന്ന് പറഞ്ഞാൽ എസെക്കിയേൽ 38:2 മാഗോഗ് എന്ന് പറയുന്നു. മാഗോഗ് എന്ന വാക്ക് അവിടെ വരുന്നുണ്ട്. ഗോഗിന്റെ ദേശം എന്നർത്ഥമുള്ള ബാബിലോണിയൻ ഭാഷയുള്ള വാക്കിനെ ഹീബ്രുവിൽ മാഗോഗ് എന്ന് എഴുതിയിരിക്കുകയാണ്. ലാൻഡ് ഓഫ് ഗോഗ് എന്നാണ് മാഗോഗ്. മാ എന്നതിന് ദേശം എന്നർത്ഥം. ഗോഗ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ നാടുവാഴി. ഈ നാടുവാഴിയുടെ പേരല്ല ഗോഗ്, നാടുവാഴിയുടെ സംജ്ഞയാണ്. ഇപ്പം നമ്മൾ സീസർ എന്ന് പറയില്ലേ, സീസർ എന്ന് പറഞ്ഞാൽ അതൊരു പേരല്ലല്ലോ, റോമ ചക്രവർത്തിമാരുടെ ഒരു സ്ഥാനപ്പേരാണ്. അതുപോലെ ഗോഗ് എന്നത് ഈ മാ എന്ന ദേശത്തെ നാടുവാഴിയുടെ സ്ഥാനപ്പേരാണ് ഗോഗ്. മാഗോഗ് അപ്പോൾ ഒരു വ്യക്തിയല്ല. നോഹയുടെ മകൻ യാഫത്തിന്റെ മകൻ വ്യക്തിയാണ്. പിന്നീട് ആ മാഗോഗ് എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ നാടുവാഴിയുടെ പേരാണ്. അങ്ങനെയാണ് യഹെസ്കേലിന്റെ പുസ്തകം കാണുന്നത്. ഇസ്രായേലിന്റെ ശത്രുക്കളെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ 28 ഈ മാഗോഗ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഇവിടെ ഈ മാഗോഗിനെ കുറിച്ച് എഴുതാൻ കാരണം ഈ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അയൽക്കാരായിട്ടോ ഉള്ളവരൊക്കെ ഒരു അപ്പനിൽ നിന്ന്, നോഹയിൽ നിന്ന് വന്നവരാണ്. അബ്രഹാം അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പാപത്തിൽ ചിഹ്നപ്പെടുത്ത വംശത്തിൽ ദൈവത്തെ പിന്തുടരാൻ മനസ്സുള്ള അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. എങ്കിലും ആ അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേലര് അവരുടെ അയൽപ്പക്കത്തും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യര് അവർ ശത്രുക്കളായി മാറിയെങ്കിലും പണ്ട് ഒരപ്പൻ്റെ മക്കളായിരുന്നു, ഒരപ്പൻ്റെ മക്കളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവിടെ ഐക്യത്തിന് നീതിക്ക് വേണ്ടി കൊതിക്കും നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് ശത്രുക്കളായ ആളുകളെ ഗോഗ് മാഗോഗ് എന്നൊക്കെ വെളിപാട് 28 പറയുന്നുണ്ട്. അന്ത്യകാലത്തെ സഭയെ സഭയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ സാത്താൻ വിളിച്ചുകൂട്ടുന്ന സഖ്യകക്ഷികളായ ദേശരാഷ്ട്രങ്ങളുടെ പ്രതീകാത്മക പേരുകളാണ് ഗോഗ് മാഗോഗ്. സാത്താൻ എന്നേക്കുമായി തീനരകത്തിൽ എറിയുന്നതിന് മുൻപ് സാത്താൻ പ്രതികാര ദുർഗയായി നടത്തുന്ന ഏറ്റവും മാരകമായ പൈശാചിക ആക്രമണത്തിന് ഗോഗ് മാഗോഗ് എന്നീ ഈ പ്രതീകാത്മക രാഷ്ട്രങ്ങളെ വിളിച്ചുകൂട്ടും. അപ്പോൾ ഏത് രാഷ്ട്രങ്ങളെയാണോ സാത്താൻ വിളിച്ചുകൂട്ടുന്നത് അവർക്ക് ലഭിക്കുന്ന പേരാണ് ഗോഗ് മാഗോഗ്. ഈ യഹെസ്കേൽ പ്രവാചകന്റെ വെളിപാടാത്മക ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പേരുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗോഗ് മാഗോഗ്. ഒരു വ്യക്തിയുടെ പേരിനേക്കാൾ ആ രാജ്യത്തിന് നാടുവാഴിയുടെ സ്ഥാനപ്പേരാണ് ഗോഗ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു യഹെസ്കേൽ 38:2. അയാൾ വാഴുന്ന ദേശത്തിൻ്റെ പേരാണ് മാഗോഗ്. ഗോഗ് നാടുവാഴിയുടെ സ്ഥാനപ്പേര്. അയാൾ വാഴുന്ന രാജ്യത്തിൻ്റെ പേര് മാഗോഗ്. ഗോഗ് ദേശം, ഗോഗിൻ്റെ ദേശം എന്നൊക്കെ അർത്ഥം. ദൈവജനത്തെ കൊള്ളയടിക്കാനായി ഗോഗും അവൻ്റെ ദേശവും രാഷ്ട്രാന്തരീയ സൈന്യത്തെ അണിനിരത്തുന്നുവെന്നാണ് അവിടെ വെളിപാട് പുസ്തകത്തിൽ ധ്വനി. എന്നാൽ കർത്താവിൽ നിന്ന് അഗ്നിയും ഗന്ധകവും അവരുടെ മേൽ പതിച്ച് അവർ നശിച്ചു പോകുന്നതിനാൽ അവരുടെ പദ്ധതി പാളിപ്പോകുന്നുവെന്നും വെളിപാട് പുസ്തകം രേഖപ്പെടുത്തുന്നു 29. ചുരുക്കത്തിൽ മാഗോഗ് എന്ന പേര് ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വരുന്നു. പിന്നെ യഹെസ്കേല് 38:2 വരുന്നു. വെളിപാട് 20 വരുന്നു, 28:9 വരുന്നു. 3 സ്ഥലത്തും 3 അർത്ഥങ്ങളാണുള്ളത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മാഗോഗ് എന്ന് പറയുന്നത് യാഫത്തിൻ്റെ മക്കളിൽ ഒരാളാണ്. പക്ഷെ പിന്നീട് അവർ ഇസ്രായേലിക്ക് എതിരായിട്ട് വരികയാണ്. അങ്ങനെ ഇസ്രായേലിക്ക് എതിരായി വരുന്ന
ഒരു ദേശം ആ ദേശം നാടുവാഴിയെ ചിഹ്നപ്പെടുത്താനായിട്ട് മാഗോഗ് എന്ന വാക്ക് യെഹെസ്കേൽ ഉപയോഗിച്ചിരിക്കുന്നു. വെളിപാട് പുസ്തകം പറയുന്നത് ഈ അന്ത്യകാല സഭയെ സാത്താൻ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ സാത്താൻ വിളിച്ചു കൂട്ടുന്ന അവർ ദേശരാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗോഗും മാഗോഗും ഉണ്ട്. പക്ഷേ ദൈവം അവരെ അഗ്നി ഇറക്കി നശിപ്പിച്ച് കളയുന്നതിനാൽ അവരുടെ പദ്ധതി പാളിപ്പോകുന്നു. അപ്പം ഇതാണ് ഈ 3 സ്ഥലത്തും 3 അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വാക്ക് എവിടെ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു, എല്ലാവരുടെയും ഒരേ വാക്കുള്ളത് കൊണ്ട് എല്ലാവരും ഒരേ അർത്ഥമാണെന്ന് വിചാരിക്കാൻ പാടില്ല. അതേസമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാ ജനതകളും ഇസ്രായേലിൽ ഉൾപ്പെടെ സകല ജനങ്ങളും ഒരു അപ്പനിൽ നിന്ന് വരുന്നതിനാൽ ഒരു തരത്തിലുള്ളൊരു ഐക്യം അവിടെ ഉണ്ട്. പക്ഷേ അതേസമയം പാപത്തിൽ ചിഹ്നപ്പെടുത്തപ്പെട്ട ഒരവസ്ഥയായതുകൊണ്ട് ഈ കിടമത്സരങ്ങളും പിന്നെ സ്വാർത്ഥപരമായ എക്സ്പാൻഷനും ഇതിലെല്ലാം വ്യാപിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉള്ളത് കൊണ്ട് പരസ്പരം ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു. ഒരപ്പൻ്റെ മക്കൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു ജനതയായിട്ട് മാറുക കുറേ പേര് സത്യദൈവത്തെ ആരാധിക്കുന്നവരെ മാറുക, അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും സംഘർഷങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സൂചിപ്പിക്കുകയാണ് ഈ ജനതകളുടെ പട്ടിക നൽകുന്നതിലൂടെ ഉൽപ്പത്തി ഗ്രന്ഥകാരനായ മോശ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു അവസ്ഥയും ഇവിടെ നമുക്ക് കാണാം. ഒരപ്പൻ്റെ മക്കൾ, എന്നാൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ, ചിലപ്പോൾ ഇത്തിരി സ്വത്തിൻ്റെ പേരിൽ, ചിലപ്പം ഒരു കാര്യം പറഞ്ഞില്ല, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ തെറ്റിപ്പിരിയുമ്പോഴും ഐക്യത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്നു. നീതിയില്ലാതെ ഐക്യമുണ്ടാകില്ല. ശാശ്വതമായ ഐക്യമുണ്ടാകാൻ നീതി വേണം. പക്ഷെ നീതിയെ പടിപ്പുറത്ത് അല്ലേ ഉമ്മറത്തോ പുറകുവശത്തോ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്യും. ഒരു കാര്യമില്ല, ഒരു ദിവസത്തേക്ക് ഉണ്ടാകും ഐക്യം. അപ്പം നീതിയോട് കൂടിയ ഐക്യമേ ശരിക്കും ശാശ്വതമായ ഐക്യമാകും. അതില്ലാതെ വരുന്നത് കൊണ്ടാണ്, ഈ നീതിയില്ലാതെ വരുമ്പോഴാണ് ഐക്യതയിൽ നിന്ന് തെറ്റിപ്പോയി ശത്രുക്കളായി കഴിയുന്നത്. അങ്ങനെ ശത്രുക്കളായി കഴിയുന്നവർ സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വിഗ്രഹങ്ങളെ ആരാധിച്ച് സാത്താൻ്റെ പക്ഷത്ത് ചേരുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പരിണാമം, ഒരു ഒറ്റപ്പൻ്റെ മക്കളാണെങ്കിൽ പോലും ഈ നീതിയോട് തുറവിയില്ലെങ്കിൽ, നമ്മൾ സ്നേഹം എന്ന് പറയും, പക്ഷെ നീതിയില്ലാതെ ശരിക്കുള്ള സ്നേഹമുണ്ടാകില്ല. സ്നേഹം വേണം, പക്ഷെ നീതി ഉണ്ടെങ്കിലേ സ്നേഹമാകൂ. അനീതി ചെയ്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പം അതിപ്പോൾ നമ്മൾ സ്നേഹമെന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും കരുണ എന്ന വാക്കിന് അമിതമായി പ്രാധാന്യം കൊടുക്കുകയും നീതിയെ ചോർത്തിക്കളയുകയും ചെയ്യുന്നതിനാൽ ഇപ്പം സ്നേഹവുമില്ല, കരുണയുമില്ല, നീതിയുമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആവർത്തിക്കുന്നു, നീതിയിൽ സത്യത്തിൽ അടിസ്ഥാനമിട്ടാലേ സ്നേഹത്തിനും കരുണയ്ക്കും ശരിക്കും നിലനിൽപ്പുണ്ടാകൂ. അപ്പോഴേ ഐക്യത്തിന് നിലനിൽപ്പുണ്ടാകൂ. അതൊക്കെ സൂചിപ്പിക്കുകയാണ് ഈ മോശെ. ഒരേ അപ്പൻ്റെ മക്കളാണെങ്കിലും ഇങ്ങനെ ഭിന്നിച്ച് കഴിയുന്നതിന് കാരണം, അതിന് ഐക്യമില്ലാത്തതിൻ്റെ കാരണം നീതിയില്ലാത്തതാണ്. നീതി എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്നതും നീതിയുടെ ഭാഗമാണ്. സത്യദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് കൊടുത്താൽ അത് അനീതിയാണ്. അത് സ്വാഭാവികമായിട്ടും ഭിന്നതയ്ക്ക് കാരണമാകും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മറ്റ് മാനങ്ങളിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാം. ഇതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾക്ക് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ഞാൻ അതിൽ കടക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ യുക്തത്തിന് വിടുകയാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് വിടുകയാണ്. എന്തിനാണ് ഈ പേരുകൾ, നോഹയുടെ പേരക്കുട്ടികളുടെ പേരുകൾ ഇത്ര വിശദമായിട്ട് ജനതകളുടെ പട്ടിക എന്ന തരത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളിത് 2, 3, 4 പ്രാവശ്യം കേൾക്കുകയും നിങ്ങളുടെ ബൈബിൾ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിരുവചനങ്ങളുടെ വെളിപാടുകളുടെ അനർഘഖനി നിങ്ങളുടെ മുമ്പിൽ വിരിഞ്ഞു വരുന്നത് കാണാം. അത് നിങ്ങളെ പുതിയ ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. വചനമാണ് രക്ഷയുടെ ശക്തി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.